ഹലോ ആർമീസ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഇത് ഇവയുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. എനിക്കറിയില്ല നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന്. എന്തു തന്നെയാണെങ്കിലും ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റോറി, അങ്ങനെ വിചാരിച്ച് കാണാൻ ശ്രമിക്കാം. പിന്നെ ഫുള്ളായി കണ്ടിട്ട് ആരും കമൻറ്റ് ബോക്സിൽ വന്ന് തെറിയൊന്നും പറയരുത് പ്ലീസ്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക്സ്. കാരണം ഇത് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിച്ചു. ചിലർക്കൊക്കെ ഇഷ്ടമായി, ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിലരൊക്കെ ഈ ഷിപ്പ് നോക്കി കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇന്ന ഷിപ്പായിരുന്നു നല്ലത്, അങ്ങനെ കുറച്ചൊക്കെ പോട്ടെ. അപ്പോൾ എനിവേ ഇത് ഇവയുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവ കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റോറിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കത് സാവധാനം ടൈം പോലെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷിപ്പൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്റ്റോറി കാണാം. പിന്നൊരു കാര്യം, ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആരാണ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അധികം വൈകിക്കണ്ട. ഇപ്പം തന്നെ വൈകി, സോറി. നമുക്കിനി സ്റ്റോറിയിലോട്ട് പോവാം. സ്വപ്നമായിരുന്നു ഇതെന്താ പതിവില്ലാത്ത ഇങ്ങനെ സ്വപ്നമൊക്കെ. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാനെന്തോ സ്വപ്നം കണ്ടു. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല ചേച്ചി എന്താ രാവിലെ തന്നെ? അത് ശരി, നീ അല്ലേ പറഞ്ഞേ എന്നെ രാവിലെ വിളിക്കണം, എനിക്ക് നേരത്തെ പള്ളിയിൽ പോകണമെന്നൊക്കെ. ഇപ്പോ വിളിച്ചപ്പോൾ അതിനായ കുറ്റം. ഓ, ഞാനതങ്ങ് മറന്നു. ചേച്ചി വിളിച്ചു നന്നായി. എന്തായാലും അപ്പം ശരി, ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കി, കഴിച്ചിട്ട് പോകും എന്തായാലും. എന്ത് പ്രാർത്ഥിക്കണമെന്നറിയില്ല. മനസ്സിൽ ഇപ്പം ഒന്നും വരുന്നില്ല. ഞാൻ എന്തു പറയാനാ? എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ജീവിതത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരു മാറ്റം. അതിപ്പോൾ എനിക്ക് വേണം. പിന്നെ സ്നേഹ, അതൊരു പാവ. എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ ആൾക്കറിയൂ. സ്നേഹയ്ക്കും കൃഷ്ണയ്ക്കും പിന്നെ അവരുടെ ബേബിക്കും നല്ലത് മാത്രം വരുത്തണം. കൂടെ ഉണ്ടാവണം അവരുടെ. എനിക്കിപ്പോൾ സ്നേഹിക്കാനും ഓർക്കാനും പ്രാർത്ഥിക്കാനും എല്ലാവരെയും ഉള്ളൂ. അവർക്ക് വേണ്ടിയ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. പിന്നീട് ചേച്ചി. ഡോണ്ട് വറി, സ്നേഹിക്കിപ്പോൾ കുഴപ്പമൊന്നും കാണാനില്ല. എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് കൂൾ, ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമൊന്നുമില്ല. ഞാൻ റിപ്പോർട്ട്സൊക്കെ നോക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ
നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നേരത്തെ ആയിരിക്കും ചിലപ്പോൾ ഡെലിവറി നടക്കുക. സ്നേഹയ്ക്ക് ഈയിടെയായിട്ട് പെയിൻ എങ്ങാനും വന്നിരുന്നു. അത് ഈ അടുത്തായിട്ട് കുറച്ച് ദിവസം മുമ്പ് തൊട്ട് തുടങ്ങിയതാ. ആകെ ഒരു വേദന പോലെ, വയറെല്ലാം ഭയങ്കര വേദന. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു പെയിൻ, പക്ഷേ കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും വയ്യാത്ത പോലെ തോന്നാം. ഓ, ഐ സി. ഓക്കെ, ഒരു റിപ്പോർട്ട് കൂടെ വരാറുണ്ട്. ഞാനത് പോയി എടുത്തിട്ട് വരാം. നിങ്ങളിവിടെ ഇരിക്കും. ഇതെന്താ സ്നേഹ? അപ്പോൾ ഇതുകൊണ്ടാണോ നീ ഇന്നലെ കിടന്നിരുന്നേ? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു സ്നേഹ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേദനയുണ്ടോ എന്ന്. എന്നിട്ട് എന്താ നീ എന്നോട് പറയാതിരുന്നേ? അതോ ഇനി ഞാൻ നിനക്ക് ആരുമില്ലാതായോ സ്നേഹ? കൃഷ്ണ, എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പ്ലീസ് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ തന്നെ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. പിന്നെ പ്രഗ്നൻസിയിൽ ഇതെല്ലാം നോർമലല്ലേ? എനിക്കറിയില്ല, അതുകൊണ്ടാണ്. സോ നീ വിചാരിച്ചു എന്നോടൊന്നും പറയണ്ടാണ് അല്ലേ? എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. നിനക്ക് എങ്ങനെ തോന്നി സ്നേഹം? നീയും എനിക്കൊരു ബാധ്യതയാണ്. നീ എന്നെ പറ്റി അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഒരുപാട് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞതല്ലേ ഡോക്ടർ? എന്നിട്ട് എന്തിനാ വേദന വരുമെന്ന് മറച്ചു വയ്ക്കുന്നേ? കൃഷ്ണ, പ്ലീസ് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. എനിക്ക് പേടിയാവുന്നു. പ്ലീസ്. ഓ മതി, ഇനി അതിനിങ്ങനെ കരയണമെന്നില്ല. എന്ത് പറഞ്ഞാലൊരു കരച്ചിൽ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ സ്നേഹം? അത് പിന്നെ നീ വഴക്ക് പറഞ്ഞോണ്ടല്ലേ. അയ്യോ സോറി, ഞാൻ ഇനി വഴക്ക് പറയില്ല. വാ ഇവിടെ ഇരുന്നേ. ഒന്നും മനഃപൂർവ്വമല്ല കൃഷ്ണ. നിന്നെ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അല്ലാതെ നീ പറഞ്ഞ പോലെ ഒന്നുമല്ല. ശരി, ഞാൻ വഴക്ക് പറയില്ല. വാ, ഞാൻ എപ്പോഴും ദേഷ്യത്തിന് പറഞ്ഞതാ. സ്നേഹ മതി, വാ. എനിക്ക് വയ്യ. എന്താ സ്നേഹ? അയ്യോ മോളെ. കൃഷ്ണ, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. സ്നേഹം ഇപ്പോൾ കുറച്ച് വീക്കാണ്. എന്തോ പ്രഷർ കൂടിയതായിരിക്കും, മേ ബി. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഞാൻ ഫെയിൻ്റ് ആയത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് സ്നേഹയോട് അഡ്മിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആൾ കുറച്ച് വീക്കാണ്. ഡോക്ടർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? സ്നേഹ, ഞങ്ങളുടെ കുഞ്ഞു ഓക്കെയാണോ? അതെ, താനിങ്ങനെ പേടിക്കൊന്നും വേണ്ട. 2 പേരെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. പ്രഷർ ഒന്ന് കൂടിയതാ. പിന്നെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഡെലിവറി നേരത്തെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി ഈ സിറ്റുവേഷനിൽ വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, സ്നേഹയുടെ കൂടെ നിൽക്കാൻ വീട്ടിൽ അമ്മയോ ആരെങ്കിലും പറ്റുവാണെങ്കിൽ കൊടുന്നോളൂ കേട്ടോ. തനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അറിയാം, തിരക്കുകളുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അമ്മേനെയോ അനിയത്തിനെയോ ആരെയും കൊടുന്നോളൂ കേട്ടോ നോക്കാൻ. കൃഷ്ണ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ സ്നേഹ. നീ കുറച്ച് നേരത്തേക്കെങ്കിലും. കൃഷ്ണ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെ. നിൻ്റെ ഈ സ്വഭാവം കാരണം നിൻ്റെ അടുത്ത് ഞാനൊന്നും പറയാത്ത, വെറുതെ നിന്നെ ടെൻഷൻ അടിക്കണം. പിന്നെ നമ്മളിന്ന് ഇവിടെ നിൽക്കേണ്ടി വരുമല്ലേ? ഓ, എനിക്കൊരു മടുപ്പ്. നിൽക്കേണ്ടി വരും, പേടിക്കണ്ട. ഞാനുണ്ടാവും അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് അമ്മയും വരും, പേടിക്കണ്ട. അയ്യോ, താനിന്നിവിടെ നിൽക്കണ്ട. താനിന്ന് പൊക്കോ. അമ്മ ഉണ്ടാവുമല്ലോ ഇവിടെ, അത് മതി. അത് കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. അമ്മ നിന്നോട്ടെ, അതിനിപ്പോൾ എന്താ? അതല്ല, തനിക്ക് ഇന്ന് താനൊന്നും പറയണമെന്നില്ല. താനിവിടെ ഇരിക്കുക. ഞാൻ തനിക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം.
ഓക്കെ? ഇതിപ്പോൾ ആകെ കുഴപ്പമായല്ലോ. കൃഷ്ണ ഇന്നിവിടെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഇവയെ കാണാൻ പോവാ? സ്നേഹയോട് എന്തെങ്കിലും പറഞ്ഞ് ഇവയെ കാണാൻ പോകണം. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാ സത്യങ്ങളും സ്നേഹയോട് തുറന്നു പറയണം. എല്ലാം. മോളെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരാൻ? കിച്ചു വിളിച്ച് പറഞ്ഞപ്പോൾ മമ്മിയുടെ ഉള്ള ജീവൻ അങ്ങ് പോയി. എന്താ പറ്റി മോളെ? ഇപ്പോൾ ഓക്കെ ആണോ? ആ മമ്മി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാ. പിന്നെ പെട്ടെന്നൊരു വേദന, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഡെലിവറിയൊക്കെ അടുത്തായില്ലേ, അതാന്നാ ഡോക്ടർ പറഞ്ഞത്. ഇവൾക്ക് മുമ്പ് ഇതുപോലെ വേദന വന്നിട്ടുണ്ട് മമ്മി. ഇവളത് നമ്മളുടെ അടുത്ത് പറയാതെ ഇവളെല്ലാം മറച്ചു വെച്ച. ഇതിപ്പോൾ ഡോക്ടറോട് ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ സമയത്ത് എനിക്കങ്ങ് ദേഷ്യമുണ്ടല്ലോ. ഇവളൊന്നും പറയാതെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മമ്മി, അതെന്താ ഇവൾ ആലോചിക്കാതിരുന്നത്? ആ മതി, പോട്ടെ, അത് വിട്. മോൾക്കൊരു അബദ്ധം പറ്റി. ഇനി അത് പറഞ്ഞുകൊണ്ട് അതിന് വെറുതെ മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട. പോട്ടെ അത്. അല്ല മമ്മി, കൃതി എവിടെ? കണ്ടില്ലല്ലോ. ആ, അവൾ വന്നില്ല മോളെ. പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. കാരണം പപ്പ രാത്രിയാണല്ലോ വരാം. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ വീട്ടിലാരും ഇല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. വരണം തോന്നുമ്പോൾ വരട്ടെ. എന്തായാലും മമ്മി ഉണ്ടല്ലോ അവിടെ. ഓ അല്ല, അപ്പോൾ കൃഷ്ണ വേണേ വീട്ടിൽ പൊക്കോളൂ. മമ്മി ഉണ്ടല്ലോ അവിടെ. മമ്മി നിന്നാൽ മതി. അതെന്താടി ഞാൻ നിന്നാ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രാത്രി ബോയ്സിന് ഇവിടെ അലൗഡ് ചെയ്യില്ല. അത് കൃഷ്ണയ്ക്കും അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പൊക്കോളാൻ പറഞ്ഞേ, വേറെ ഒന്നുമല്ല. ഓ ശരിയാ, ഞാനത് ഓർത്തില്ല. അതെ, മക്കൾ ഇവിടെ ഇരിക്കേ. മമ്മി ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. വേഗം വരാം. സ്നേഹ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഓ, എൻ്റെ പ്രിയതമ ദേഷ്യത്തിലാണോ അടിയനോട്? അല്ല, കോപത്തില. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, റീസൺ എന്താവോ? ഓ, എന്തായിരുന്നു മമ്മിയുടെ മുന്നിൽ പട്ടിഷോ? എന്തിനാ വെറുതെ ചീത്ത പറഞ്ഞേ? ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ. ഓ, അത് ചുമ്മാ വെറുതെ ഒരു പട്ടിഷാക്കി. ഒരു പട്ടിഷ. പൊക്കോണം അവിടുന്ന്. എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? അത് എനിക്കിന്ന് ഒരു ഫ്രണ്ടിനെ കാണാൻ പോണം. അതിനെന്താ? ഞാൻ കാണാൻ പോകുന്ന ഫ്രണ്ട് ഇവയാണ്. തനിക്ക് അറിയായിരിക്കും, നമ്മുടെ മാരേജിന് വന്നിരുന്നു അവള്. ഓർമ്മയുണ്ടോ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടിയെ കൃഷ്ണയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഓർമ്മയുണ്ട്. അതെ, അവളിന്ന് അമേരിക്കയിലോട്ട് പോവാ. രാത്രി ഫ്ലൈറ്റ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്നെയും ഗൗതമനും കാണുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പോയിക്കോട്ടെ സ്നേഹ? നന്നായി കൃഷ്ണയെ തന്നെ ഇങ്ങോട്ട് വന്നത്. ആ, അതിനെന്താ, താൻ പോയിട്ട് വാ. എന്തിനാ എൻ്റെ അനുവാദമൊക്കെ? എന്തായാലും പോയിട്ട് വായോ. അപ്പോൾ തനിക്ക് പ്രശ്നമല്ലേ ഞാനിങ്ങനെ പോകുന്നതിന്? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. താൻ തൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, അതിലിപ്പോൾ എന്താ? പിന്നെ മാത്രമല്ല, ആ കുട്ടി പോവാന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിനാഗ്രഹം കാണില്ലേ പോകുന്നതിന് മുമ്പ് തൻ്റെ ഫ്രണ്ട്സിനെ കാണാനും സംസാരിക്കാനൊക്കെ. എന്തായാലും തനിക്കിവിടെ നൈറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പോയി കണ്ടിട്ട് വായോ. അതിലിപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. പോയി വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. ഞാനെന്നാ ഇറങ്ങട്ടെ? ഓക്കെ, പോയിട്ട് വായോ. ആ, പിന്നെ വീട്ടിൽ ചെന്ന് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, മടിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല നിന്നോട് നിർത്തിയിട്ട് പോവാൻ. പിന്നെ പോകേണ്ടത് അത്ര അത്യാവശ്യമായ കാരണം മാത്രം.
ഞാൻ പറഞ്ഞത് മറക്കരുത് കേട്ടോ. എന്തുകൊണ്ടെങ്കിൽ വിളിക്കണം. ശരി, ടേക്ക് കെയർ. ഇതെന്താ പതിവില്ലാതെ ഒരു മിന്നലൊക്കെ? ചേച്ചി ചേച്ചി പതിവില്ലാതെ പുറത്ത്? നീ കണ്ടില്ലേ ഇന്ന് പതിവില്ലാതെ ഒരു മിന്നലൊക്കെ? അതെ, അത് ഞാൻ പോകുന്നതിൻ്റെ സന്തോഷം അറിയിച്ചാന്ന് തോന്നുന്നു. ആ സത്യം, ദേ കണ്ടില്ലേ? ദേ നോക്ക്, നിൻ്റെ ഒറ്റ ഒരാളുടെ പിടിവാശി കൊണ്ട് മാത്രം നീ ഇന്ന് ഇവിടുന്ന് പോകുന്നത്. അല്ലാതെ എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടോ. എൻ്റെ പൊന്ന് ചേച്ചി, ഒന്ന് നിർത്ത്. ഞാൻ പോകുമ്പോഴെങ്കിലും എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ദേഷ്യം? അതെ, സമയം 7 മണി. നമുക്കൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങണം. 10 മണിയോ? എന്തിനാ അത്ര നേരത്തെ പോകുന്നത്? അത് അത് പിന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് 2-2.5 മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ചേച്ചിനെ എയർപോർട്ടിലാക്കിയിട്ട് എനിക്കെൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പോകണം. അപ്പോൾ പിന്നെ എങ്ങനെ പോയാലും നേരത്തെ ഇറങ്ങണമല്ലോ. അതാ ഞാൻ. നിൻ്റെ ഏത് ഫ്രണ്ട്സ്? അത് ചേച്ചിക്ക് അറിയാത്ത ഫ്രണ്ട്സാ. അല്ല, ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ മാറ്റർ. വന്നേ, എനിക്ക് കുറച്ചുകൂടെ ഡ്രസ്സൊന്നും എടുത്ത് വയ്ക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. എന്നിട്ട് ഫുഡ് എടുത്താ. ശരി, നടക്ക്. ഇതെന്താ കിച്ചു, ഇന്ന് പതിവില്ലാത്തൊരു മഴ? ഉച്ചയ്ക്കൊക്കെ ക്ലൈമറ്റൊക്കെ നല്ലായിരുന്നല്ലോ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഞാനും ശ്രദ്ധിച്ചു അത്. ഇതെന്തോ കാലം തെറ്റിപ്പോയെന്ന മഴയെന്ന് തോന്നുന്നു. അറിയില്ല, ഇനിയിപ്പോൾ മഴ കാരണം റോട്ടിൽ ബ്ലോക്കാകാനുണ്ടാവും. ഏയ് ഇല്ലടാ, അതൊന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് നേരത്തെ ഇറങ്ങാം. ചിലപ്പോൾ ഇനി ബ്ലോക്കെങ്ങാനും ഉണ്ടായാലോ. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം. ഓക്കെ. എന്തു പറ്റും മോളെ? ആകൊരു വെള്ളയമ പോലെ. എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ? ഇത് മമ്മി, എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ. തീരെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അയ്യോ മോളെ, എന്താ പെട്ടെന്നിങ്ങനെ? മമ്മി ഒന്ന് ഡോക്ടറെ വിളിക്കട്ടെ? ഏയ് അതൊന്നും വേണ്ട മമ്മി, ഡോക്ടറെ വിളിക്കണ്ട. എന്നാൽ പിന്നെ മമ്മി കിച്ചുനെ വിളിച്ചായിരുന്നു. മോൾക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടോ? ഇപ്പോൾ സമയം 10:15. അവൻ വിളിച്ചപ്പോൾ വേണമെങ്കിൽ വരും. മോൾക്ക് അവനെ കാണണം. ഇവിടെ കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അയ്യോ, കൃഷ്ണ ഇപ്പോൾ ഇവയെ കാണാൻ വേണ്ടി പോയി കാണും. മമ്മി അതൊന്നും വേണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സമയത്ത് അതിനാ വെറുതെ കൃഷ്ണയെ. മാത്രമല്ല ഇപ്പോൾ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഡ്രൈവ് ചെയ്യണ്ട. കുഴപ്പമില്ല മമ്മി. പിന്നെ എന്താ മോൾക്ക് വേണ്ടേ? അത് പിന്നെ മമ്മി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു അസ്വസ്ഥത പോലെ. ചിലപ്പോൾ വെള്ളം കുടിച്ചാൽ നല്ല മോളോട് ഇരിക്കേ. മമ്മി പോയി കാണിച്ചിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മമ്മി വിളിക്കണേ. ഇപ്പോൾ സമയം 10:15 എന്നല്ലേ മമ്മി പറഞ്ഞു. അപ്പോൾ ഇവ വീട്ടിൽ തിരഞ്ഞു കാണും. ഒന്ന് വിളിച്ച് നോക്കണോ? എൻ്റെ ഫോൺ എവിടെ? ആവശ്യമില്ല, ഫോണും കാണില്ല. അത് വേണ്ട, വിളിച്ച് നോക്കണ്ട. ചിലപ്പോൾ തിരക്കിലാണെങ്കിലോ. ഇനി അതിൻ്റെ ഇടയിൽ വിളിച്ച് സമയം കളയണ്ട. എന്തായാലും അവർ കാണട്ടെ. ഇതിപ്പോ മഴ കുറയുന്നതിലൂടെ കിച്ചു എന്താ ചെയ്യാ? നോക്കില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനും കാണുന്നുണ്ട്. എന്തായാലും ഇനിയുണ്ടല്ലോ സമയം മഴ കുറയായിട്ട്. എനിക്കെന്തോ മനസ്സിന് ഒരു സുഖമില്ലാത്ത പോലെ. സ്നേഹയെ വെച്ചിട്ടാണ് ഞാൻ കിട്ടുന്നുണ്ട്. എന്തോ പോലെ തോന്നുന്നു. എൻ്റെ കിച്ചു, സ്നേഹ കുറഞ്ഞു കാണും. ഇത്രയായില്ലേ സമയം, ഇനി അതിനെ വിളിക്കണ്ട. പിന്നെ ബാക്കിയൊക്കെ നല്ല തോന്നില്ല. ഒരു കുഴപ്പം കാണത്തില്ല. നീ ഇവയെ കാണാൻ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവയെ കാണാൻ പോകുന്ന എനിക്കൊന്നും കുഴപ്പം അതൊന്നുമല്ല. എന്തോ സുഖമില്ല. എന്തായാലും ആവട്ടെ. എടാ, നീ വയ്യെങ്കിൽ വേണേ കിടന്നോ. ഇനി ഉണ്ടല്ലോ ഒഴുക്കത്തിലുള്ള സമയം എന്തായാലും ഞാൻ വേണ്ടി ചെയ്യാം.
മോള്, നീ ആ ക്ലാസ് ഒന്ന് ക്ലോസ് ചെയ്തേ. ചാറ്റൽ മഴ വരുന്ന കണ്ടില്ലേ, ഇനി പനി പിടിക്കാൻ. എൻ്റെ പൊന്ന് ചേച്ചി, മഴ നല്ലതല്ലേ, കുറച്ചങ്ങ് നനയട്ടെ. പിന്നെ എന്നെന്തോ ഈ മഴയ്ക്കൊക്കെ ഒരു ഒരു പ്രത്യേകത പോലെ. എന്താന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഉവ, നിനക്കേ നല്ല മുഴുത്ത വട്ട. നോക്കിക്കോ, ഒരു ദിവസേ നീ ഈ വട്ടൊക്കെ മിസ് ചെയ്യും.